എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭരണസമിതി കൂടാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അത് വേണ്ടെന്ന്. പൈസ ഇങ്ങ് തന്നിട്ട് റാറ്റിഫൈ ചെയ്താൽ മതിയെന്ന്, അതങ്ങ് ക്രമീകരിച്ചാൽ മതിയെന്ന്, അതങ്ങ് ശരിവെച്ചാൽ മതിയെന്ന്. അതാണ് പറഞ്ഞത്. തിരുട്ടു സംഘത്തിന്റെ റോളിലാണ് ഈ സംസ്ഥാന സർക്കാർ എന്ന്. ആദ്യത്തെ ഘട്ടത്തിൽ 2000 കോടി രൂപ ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുക. സാധാരണക്കാരന്റെ പണം, അവന്റെ മക്കളുടെ ഒരു വിവാഹം നടക്കുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടാകുമ്പോഴോ, ചികിത്സയ്ക്ക് അല്പം പണമായി വരുമ്പോഴോ ചെന്ന് ചോദിക്കേണ്ട പണം, ചോദിച്ചാൽ കിട്ടേണ്ട പണമാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരിന് വോട്ട് കിട്ടാൻ വേണ്ടി നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ നടത്തിപ്പിന് പിടിച്ചെടുക്കാൻ പോകുന്നത്, കൊള്ളയടിക്കാൻ പോകുന്നത്, കവർച്ച ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പണം നൽകുന്ന ജില്ലയ്ക്ക് ഒരു സമ്മാനവും തന്നേക്കാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരുടെ ജനം പിടിച്ചു പറിക്കാൻ ഒരുങ്ങുക. അതെ, നമ്മുടെ പണം പിടിച്ചു പറിച്ചിട്ട് നമുക്ക് പെൻഷൻ തരാമെന്ന്, നമുക്ക് സ്കോളർഷിപ്പ് തരാമെന്ന്. എന്തൊരു ന്യായമാണിത്?